ഹായ് എവരിവൺ. ഞാൻ ആക്ച്വലി കുറച്ച് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഡോക്യുമെൻ്റ് ചേഞ്ച് ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് ജസ്റ്റ് ഒരു ബേസ് ഐഡിയ പറയാമെന്ന് കരുതിയിട്ടാണ്. ഓരോ ഡോക്യുമെൻറ്റ്സ് എങ്ങനെ മാറ്റണം എന്നല്ല ഞാൻ ഈ പറയുന്നത്, പക്ഷേ എവിടെ തുടങ്ങണം, എന്തൊക്കെയാണ് നിലവിലുള്ളത് എന്നുള്ളൊരു ധാരണ തരാനാണ് ഞാൻ പറയുന്നത്. അതേ ലെവലിൽ അതേ പ്രൊസീജിയറിൽ കൂടി അല്ലെങ്കിൽ അതേ പാർട്ടിൽ കൂടി പോകണമെന്നൊന്നുമില്ല, പക്ഷേ ഇതൊക്കെയാണ് ഉള്ളതെന്നുള്ളൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സോഷ്യൽ ട്രാൻസിഷൻ, മെഡിക്കൽ ട്രാൻസിഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡോക്യുമെൻ്റ് ബേസിലെ നമ്മുടെ എക്സിസ്റ്റൻസ്. സോ പേരും ജെൻഡറുമാണ് പൊതുവേ മാറ്റാറുള്ളത്. ആദ്യം തന്നെ എടുക്കേണ്ടതായിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ട്രാൻസ്ജെൻഡർ ID കാർഡാണ്. ട്രാൻസ്ജെൻഡർ ID കാർഡ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നാഷണൽ പോർട്ടൽ ഫോർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോർട്ടലിലേക്ക് പോകും. അതുവഴിയാണ് നമ്മൾ ID കാർഡ് ഇഷ്യൂ എടുക്കുന്നത്, അപ്ലൈ ചെയ്യുന്നതല്ല. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, മാനുവൽ അവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് വേണ്ട സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എന്നും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതോടൊപ്പം ലീഗലി നിങ്ങൾ ട്രാൻസ്ജെൻഡർ ID കാർഡ് എടുക്കുമ്പോൾ എന്തിനൊക്കെ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് പൊതുവെ എടുക്കാറുള്ളത് ഗസറ്റാണ്. ഗസറ്റിന് പറയുന്നതിന് മുമ്പ് ഒരു ബേസ് കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി നിലവിലുള്ള ഒരു നിയമം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ പറയുന്നത് ട്രാൻസ്ജെൻഡർ ID കാർഡ് വെച്ചിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള മറ്റ് രേഖകൾ മാറ്റാൻ പറ്റണം എന്നാണ്. പക്ഷേ ഇൻ റിയാലിറ്റിയിൽ ഇംപ്ലിമെൻറ്റേഷൻ രീതി വരുമ്പോഴത്തേക്ക് ട്രാൻസ്ജെൻഡർ ID കാർഡ് കൊടുത്താൽ മാത്രം നമുക്ക് ഡോക്യുമെൻറ്റ്സ് മാറ്റി കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് നിലവിൽ. സ്റ്റേറ്റിൻ്റെ ID കാർഡുകളാണെങ്കിലും സെൻട്രലിൻ്റെ ID കാർഡുകളാണെങ്കിലും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. സോ അതാദ്യം തന്നെ മനസ്സിലാക്കുക. പിന്നീട് അപ്ലൈ ചെയ്യാറുള്ളത് ഗസറ്റാണ്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗസറ്റാണ്. അതുകൊണ്ടാണ് ഈവൻ ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ SSLC കറക്ഷനോ അല്ലെങ്കിൽ ആധാർ ചെയ്യാനൊക്കെ പോകുമ്പോഴും ഗസറ്റ് ആവശ്യപ്പെടാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ റൂളുണ്ടെന്ന് നമ്മൾ പറഞ്ഞാലും റിയാലിറ്റിയിലുണ്ടെങ്കിലും ഇങ്ങനെ കുറേ ഇഷ്യൂസ് നമുക്ക് ഓരോന്ന് മാറ്റാൻ പോകുമ്പം നേരിടാറുണ്ട്. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. പിന്നെ അങ്ങനെ നേരിടുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ആധാർ പോലുള്ളതെന്ന് പറയുമ്പോൾ അവർ ഇയർലി അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി എല്ലാ നിയമത്തിലും നമ്മളെ പരിഗണിക്കാത്ത പോലെ നമ്മൾ ഈ ആധാർ അപ്ഡേഷൻ പ്രൊസീജിയറിൽ നമ്മളധികം പരിഗണിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 3G കാർഡിന് ഇത്ര വാല്യൂ ഉണ്ടെന്നോ അതൊന്നും അവർ ഇല്ലാത്ത രീതിയിൽ തന്നെ അവർ പ്രൊസീജിയർ വെക്കും. അപ്പോൾ പിന്നെ ഉള്ളത് ട്രാൻസ്ജെൻഡർ ID കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ സെൻട്രൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ പോലും റിയാലിറ്റിയിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ഡോക്യുമെൻറ്റ്സിൽ പലപ്പോഴും SSLC കറക്ഷനൊക്കെ കറക്റ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോഴത്തേക്ക് സർജറി സർട്ടിഫിക്കറ്റ് വരെ ചോദിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ RTE വെച്ചൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇല്ല, ഗസറ്റിൻ്റെ പോലും ആവശ്യമില്ലെന്നൊക്കെയാണ് അവിടെ നിന്ന് മറുപടി കിട്ടിയത്. ബട്ട് പലപ്പോഴും പലരുടെയും ആപ്ലിക്കേഷൻ പിടിച്ചു വയ്ക്കുകയും റിജക്റ്റ് ചെയ്യുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കേരളത്തിലെ പരീക്ഷാഭവൻ വഴിയൊക്കെ നടക്കാറുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. സോ നിങ്ങൾക്ക് ഗസറ്റ് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഗസറ്റിന് നിങ്ങൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ TG കാർഡ് കിട്ടിയ ഒരാളാണ്, പിന്നെ ഗസറ്റിലേക്കാണ് പൊതുവേ പോകാറുള്ളത്. അപ്പോൾ ഗസറ്റ് എടുക്കണമെങ്കിൽ ട്രാൻസ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടിങ് ഡോക്യുമെൻ്റ് ആയിട്ട് TG കാർഡ് കൊടുക്കും. പിന്നെ ഉള്ള ഒരു റീസൺ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എൻ്റെ ലോജിക്ക് കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഫോർ എക്സാമ്പിൾ SSLC ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റൻഡർ ആയിട്ടുള്ളൊരു വ്യക്തി പേര് ഗസറ്റ് ചെയ്ത് മാറ്റാറൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ മാറ്റുമ്പം ഏതൊക്കെ പ്രൊസീജിയർ കൂടി, അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് വരുമ്പോൾ ഏതൊക്കെ പ്രൊസീജിയർ കൂടി നമ്മൾ പോകാറുണ്ടോ ആ ഒരു പ്രൊസീജിയർ കൂടെയാണ് നമ്മൾ പോകുന്നത്. സോ അവിടെ എന്ന് പറഞ്ഞാൽ TG കാർഡ് നമ്മൾ ഇപ്പോൾ ഒരാൾ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ള രീതി TG കാർഡ് കിട്ടണമെങ്കിൽ അവർ മെഡിക്കലി ഉള്ള പല ഇൻ്റർവെൻഷൻ്റെ കാര്യം സബ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അത് ചെയ്തിട്ടാണ് ഇവർക്ക് TG കാർഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു സപ്പോർട്ടിങ് ഡോക്യുമെൻ്റായിട്ട് SSLC അപ്ഡേറ്റ് ചെയ്യാൻ പോകുമ്പം വീണ്ടും സർജറിയുടെ കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പരീക്ഷാഭവനിലെ ഒക്കെ പോകുമ്പം തിരുവനന്തപുരത്തെ SSLCയുടെ ഇതാണല്ലോ, പരീക്ഷാഭവൻ വഴിയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പരീക്ഷാഭവൻ പോകുമ്പം പലപ്പോഴും സർജറിയുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ധാരണയില്ല ആൾക്കാർ. അപ്പം അങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പക്ക ഒരു പ്രൊസീജിയർ ഇല്ല. ട്രാൻസ് വ്യക്തികളുടെ പേര് അല്ലെ ജെൻഡർ മാറ്റേണ്ട കാര്യം പോലും അവിടെ ഒരു പ്രത്യേക പ്രൊസീജിയറൊന്നും ഇഷ്യൂ ചെയ്തതായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം പലപ്പോഴും ഈ ക്ലറിക്കൽ അല്ലെ സിസ്റ്റൻഡർ വ്യക്തികൾ മാറ്റുന്ന അതേ പ്രൊസീജിയർ കടന്നു പോകേണ്ടി വരും. അപ്പം അഡീഷണൽ ആയിട്ട് അവിടെ ഇരിക്കുന്ന എംപ്ലോയി ഏതാണോ ആവശ്യപ്പെടുന്നത് അതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അവർ കുറേ ഒരിതുണ്ട്. അപ്പം അനാവശ്യമാണ്. അത് ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റൻഡർ വ്യക്തി പേര് മാറ്റുന്ന അതിൽ വേണ്ടി അല്ലല്ലോ ഒരു ട്രാൻസ് വ്യക്തി മാറ്റുന്നത്. അപ്പോൾ അവരുടെ കയ്യിലുള്ള സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് നമ്മുടെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. അത് മാത്രമല്ല ഓരോ സിറ്റുവേഷൻ വ്യത്യാസമാകുമ്പോൾ അതനുസരിച്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള നൂലാമാലകളിൽ കൂടി നമ്മൾ കടന്നു പോകാറുണ്ട്. പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യാത്തതുകൊണ്ട് അവിടുത്തെ നിലവിലെ എംപ്ലോയീസ് എന്തോ അവരുടെ തോന്നുന്ന കാര്യങ്ങൾ അവർ ചോദിക്കാറുണ്ട്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതാണ് ട്രാൻസ് വ്യക്തികളുടെ സാഹചര്യം മനസ്സിലാക്കി അതനുസരിച്ച് പ്രത്യേക ഗൈഡ് ലൈൻ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും ഇഷ്യൂ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇല്ല, പല യൂണിവേഴ്സിറ്റി പഠിക്കുന്നവർ എങ്ങനെയാണ് മാറ്റേണ്ടതെന്നൊന്നും അറിയത്തില്ല.
അപ്പം നമ്മൾ വീണ്ടും അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അറിയത്തില്ലാത്തത് നമ്മൾ തന്നെ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. സോ അതിൽ വേറെ കോംപ്ലിക്കേഷൻ ഉള്ളത് വേറെ ഞാൻ പറയാമെന്ന് കരുതുന്നു. എനിവേ, ഇപ്പം TG കാർഡ് ഗസറ്റ് എന്നുള്ളതാണ്. ഗസറ്റ് എടുക്കുക. ഗസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ലീഗലി നമ്മുടെ പേരും ജെൻഡറും മാറ്റി എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ലീഗലി അത് വാലിഡാണ്. ബട്ട് നമ്മളങ്ങനെ മാറ്റിയെങ്കിലും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും റേഷൻ കാർഡ്, എല്ലാ ID കാർഡുകളും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മാറത്തില്ല. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ സെപ്പറേറ്റ് അവിടുത്തെ പ്രൊസീജിയർ മനസ്സിലാക്കി വീണ്ടും പേര്, നെയിം എല്ലായിടത്തും പോയി മാറ്റണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതെന്ന് വെച്ചാൽ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ, ഇപ്പം എല്ലാം തന്നെ ഓൺലൈനാണ്. ഓൺലൈൻ ചെയ്യുമ്പോഴത്തേക്കും ഗസറ്റ് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട്, ഇപ്പം നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ നിങ്ങളുടെ പഴയ പേര് തന്നെയാണ്, പക്ഷേ നിങ്ങൾ പോയി മാറ്റിയിട്ടില്ല, പക്ഷേ ഗസറ്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഗസറ്റ് ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകണമെന്നില്ല. സോ സർട്ടിഫിക്കറ്റിലൊരു പേര് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾ മാറ്റി പേരൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ച് കോൺട്രഡിക്ഷൻ വരും. അതോടൊപ്പം വെരിഫിക്കേഷൻ സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാനുണ്ട്, എല്ലായിടത്തും ബുദ്ധിമുട്ടാകും. സോ അതുകൊണ്ടാണ് പൊതുവേ ആൾക്കാർ ഗസറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കൂടി പോയി അതേത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ട് അവരുടെ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പേരും ജെൻഡർ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഒരു ബേസ് കാര്യം പറയാനുള്ളത്, ലോജിക്കലി ഞാൻ മനസ്സിലാക്കിയിട്ട് കുറേ കാര്യങ്ങൾ പറയാം, പക്ഷേ ലോജിക്ക് ഇവിടെ വർക്ക് ചെയ്യത്തില്ല. പിന്നെ കുറേ തെറ്റിദ്ധാരണകൾ ഉള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതുന്നു. ഇപ്പോൾ TG കാർഡിലെ ജെൻഡർ ഐഡൻറ്റിറ്റി നമ്മുടെ ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ ഏതാണോ നമ്മുടെ ചോയ്സായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ട്രാൻസ്ജെൻഡറിന് എടുക്കുന്നതിനല്ല, മെയിൽ ഫീമെയിൽ എന്നുള്ളത് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മെഡിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്തതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മെയിൽ ഫീമെയിൽ എന്നുള്ള രീതി മാറ്റി കിട്ടത്തുള്ളൂ. നഴ്സാവിധി അവിടെ കിടക്കുന്നു, ബട്ട് അത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്തായാലും മെഡിക്കൽ ഇൻ്റർവെൻഷന് കൊടുക്കേണ്ടി വരും. മെഡിക്കൽ ഇൻ്റർവെൻഷന് കൊടുത്ത് നിങ്ങൾ മെയിൽ ഫീമെയിൽ എന്ന് മാറ്റാൻ പറ്റും. അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ട്രാൻസ്ജെൻഡർ ID കാർഡിൽ നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന് എടുത്തെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ ഗസറ്റും TG കാർഡും ചോദിക്കാറുണ്ട്. അപ്പോൾ TG കാർഡിൽ ഏത് ജെൻഡർ ഐഡൻറ്റിറ്റി ആണോ അത് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ആധാർ കാർഡിലെ ജെൻഡർ ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ അതനുസരിച്ച് നിങ്ങൾ തുടക്കം തന്നെ ശ്രദ്ധിച്ച് ചെയ്യാൻ പറയുന്നതിന് വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ, ആധാർ കാർഡിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു തവണയേ മാറ്റാൻ പറ്റത്തുള്ളൂ. ഐ മീൻ സാധാരണ പ്രൊസീജിയർ വഴി മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡറിന് എടുത്തു, ലോജിക്കലി പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ പറയുന്ന ഒരു വ്യക്തി സപ്പോസ് സാധാരണ ആ പ്രൊസീജിയർ കൂടി പോവുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡറിന് എടുക്കുന്നു ജെൻഡർ ഐഡൻറ്റിറ്റി, അതിനുശേഷം മെഡിക്കൽ ഇൻ്റർവെൻഷൻ ചെയ്യുവാണ്, ഇൻ ഫ്യൂച്ചർ ചെയ്യുവാണ്, അവർക്ക് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ എന്ന് മാറ്റണമെന്ന് താല്പര്യപ്പെടുന്നു, അവർ മാറ്റുന്നു. അപ്പോൾ ആധാർ കാർഡ് അതനുസരിച്ച് മാറ്റേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ ഓൾറെഡി ഒരാൾ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ എന്ന് മാറ്റിയാൽ സാധാരണ പ്രോസസ്സിൽ കൂടി മാറ്റി പിന്നീട് റിജക്ഷൻ വരും. നമ്മൾ രണ്ടാമത് ജെൻഡർ ഐറ്റം വരുമ്പോഴത്തേക്ക് മൾട്ടിപ്പിൾ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്, റിജക്ഷൻ വരും. ആ സമയത്ത് നമുക്ക് റീജിയണൽ ഓഫീസിൽ പോവുകയോ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ട് ഇങ്ങനെയാണ് ട്രാൻസാക്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഷ്ടപ്പെടേണ്ടി വരും. അതാണ് റിയാലിറ്റി. സോ ഗസറ്റിൽ നിങ്ങൾക്ക് TG കാർഡിൽ ജെൻഡർ ഐഡൻറ്റിറ്റി വെച്ചിട്ടായിരിക്കും ആധാറിന് എടുക്കേണ്ടി വരുന്നു. സോ എല്ലാം മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് എടുക്കുക. പിന്നെ പലരും പറയാറെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡറിന് ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്തിട്ടില്ലേ, റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ കിട്ടത്തില്ല എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇടയിൽ നടക്കാറുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ചോയ്സ് ആയിരിക്കണം. അതൊരു ഫോഴ്സ്ഫുള്ളി ആൾക്കാരില്ല, നീ ട്രാൻസ്ജെൻഡർ നിർത്താലും നിനക്ക് റിസർവേഷൻ ഇല്ല കേരളത്തിൽ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, റിസർവേഷൻ ഇല്ല. സപ്പോസ് ഫ്യൂച്ചറിൽ റിസർവേഷൻ പോലെയുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ തന്നെ ഒരു വ്യക്തി മെയിൽ ഓർ ഫീമെയിൽ എന്ന ഒരു രീതിയിൽ അവരുടെ ജെൻഡർ ഐഡൻറ്റിറ്റി മാറ്റിയെന്ന് കരുതി അവരുടെ ട്രാൻസ്ജെൻഡർ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാതാകുന്നില്ല. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ തന്നെയാണ് ഒരു വ്യക്തിക്ക്, ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് മെയിൽ ഫീമെയിൽ അല്ല ട്രാൻസ്ജെൻഡറിന് ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ലീഗലി അംഗീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അംഗീകരിച്ച് നമുക്ക് ID കാർഡൊക്കെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മെയിലെന്ന് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് മാറ്റി അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർവേഷൻ ട്രാൻസ് റിസർവേഷൻ കിട്ടത്തില്ല എന്ന് പറയുന്നത് ലോജിക്കില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ മേ ബി പറയാം, ഗവൺമെൻറ്റിൻ്റെ സ്വഭാവമാണ്, ഗവൺമെൻറ്റിന് വേണ്ടി അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാൻ പറ്റും, അതിൻ്റെ സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ നിയമം പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലോ. അതാണ് എൻ്റെ ഒരിത്. ഇപ്പോൾ പൊതുവേ ട്രാൻസ് വ്യക്തികളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയും കോൺവെർസേഷനും നടക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ് എന്നോ മെയിലെന്നോ ഫീമെയിലെന്നോ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു ഇതിന് വേണ്ടി തന്നെ ആയിരിക്കണം. അല്ലാതെ ഇന്നത് ചെയ്താലും നിനക്ക് ഇന്നത് കിട്ടത്തുള്ളൂ എന്നൊരു പ്രഷർ തന്നിട്ടായിരിക്കില്ല നമ്മൾ ചൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുക്കുമ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടാണ്.
അതെല്ലാം അങ്ങനെ എടുക്കേണ്ടതും ഒരു വേറൊരു സ്റ്റാൻഡാണ്. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ചിലർക്ക് ഇപ്പം ട്രാൻസ്ജെൻഡറിൻ്റെ ബുദ്ധിമുട്ട് നേരിടും എന്നുള്ള പേടി കൊണ്ട് പലപ്പോഴും മെയിൽ ഫീമെയിൽ എന്ന് എടുക്കാറുണ്ട്. അതോടൊപ്പം അതല്ലാതെ അവരുടെ ജെൻഡറിറ്റി ഞാൻ മെയിലാണ്, ഞാനിപ്പം ജനിച്ച ഈ ഒരു സാഹചര്യത്തിലാണ്, ഒരു സിസ്ജെൻഡർ വ്യക്തിയായിട്ട് ഞാൻ ജനിച്ചില്ല എന്നുള്ള ഒരു പേര് കൊണ്ട് മാത്രം ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും ട്രാൻസ്ജെൻഡർ എന്ന് തന്നെ എടുക്കണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെയുണ്ട്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോദിക്കാൻ നിങ്ങൾ TG കാർഡും ഗസറ്റും വെച്ചിട്ട് മറ്റ് രേഖകൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ലീഗലി ഗസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലീഗലി പേരും ജെൻഡറും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ പാൻ കാർഡിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ SSLC അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അവിടെ പോയി അവരുടെ അതേതായിട്ടുള്ള പ്രൊസീജിയർ കൂടി ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ മറ്റ് ഡോക്യുമെൻറ്റ്സ് മാറ്റിയെടുക്കേണ്ടത്. നല്ല പാടാണ്, നല്ല സമയമെടുക്കും, നല്ല ഫിനാൻഷ്യലി നല്ല ചിലവാണ്. ഇതാണ് റിയാലിറ്റി. പൊതുവെ എല്ലാവരും ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും ഒരു ട്രാൻസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെഡിക്കലി നിങ്ങൾ ഇത്ര സ്ട്രഗിൾ ചെയ്യുന്നു, സോഷ്യലി നിങ്ങളുടെ ബുദ്ധിമുട്ട്, അതിലും വലിയ ബുദ്ധിമുട്ട്, അതിലും വലിയ ബാരിയറായിട്ട് സിസ്റ്റമാറ്റിക്കലി ഒരു റെക്കഗ്നൈസേഷൻ ചെയ്യാതെ അത് നിയമപരമായിട്ടുള്ള പല കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും അല്ലാത്ത സാധാരണ ഒരു പ്രൊസീജിയറാണെങ്കിലും ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ഈസി ആക്കാനാണെന്നൊക്കെ പറഞ്ഞാലും ട്രാൻസ് വ്യക്തികളെ പലപ്പോഴും അവരെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും നേരിടാറുണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി എടുക്കുമ്പം ഒരു ട്രാൻസ്മെൻ വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ നേരിട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടി പറയാം. ഞാനിപ്പം പല പദ്ധതികളിലോ പല കാര്യങ്ങളിലോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ എന്ന് എടുത്താൽ പ്രൊണൗൺ വരുന്നത് എപ്പോഴും മിസ് എന്നുള്ള രീതിയിലായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡറുകൾക്ക് മാത്രമേ റെക്കഗ്നൈസേഷൻ വരാറുള്ളൂ. അത് ഇന്ന വേ വിസിബിളി സമൂഹത്തിൽ മാത്രമോ അല്ലെങ്കിൽ ഇത് അങ്ങനെ രീതി മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. അത് ശരിക്കും സിസ്റ്റമാറ്റിക്കലി ഫ്രെയിം ചെയ്ത് വെക്കുമ്പം തന്നെ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഞാനിപ്പം പോസ്റ്റ് ഓഫീസിൻ്റെയോ അല്ലെങ്കിൽ റേഷൻ കാർഡിൻ്റെയോ എന്തെങ്കിലും ഒരു പ്രൊസീജിയറിൽ പോയി ഞാൻ ട്രാൻസ്ജെൻഡറിൽ ജെൻഡർ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രിൻറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് മിസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അവർക്ക് ആ ഒരു ഇതേ ഉള്ളൂ, ഒരു ഐഡിയ ഉള്ളൂ. ഞാൻ പണ്ട് പൊതുവെ ഓർത്തിട്ടില്ലൊക്കെ ട്രാൻസ്ജെൻഡറുകൾക്ക് മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ, അത് സമൂഹത്തിൻ്റെ എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു. പക്ഷേ അതിലുപരി സിസ്റ്റമാറ്റിക്കലി ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഡോക്യുമെൻ്റ് മാറ്റാൻ താല്പര്യമുള്ളവർ ഇപ്പം ആധാർ ആണെങ്കിലും പാൻ കാർഡ് ആണെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നാൽ പോരാ, ഓരോരോ ഡോക്യുമെൻറ്റ്സും കൂടി എക്സിസ്റ്റ് ചെയ്യണമല്ലോ. സോ അങ്ങനെ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിങ്ങൾ അവരുടെ പ്രൊസീജിയർ സെപ്പറേറ്റ് മനസ്സിലാക്കി. ചിലയിടത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു പ്രൊസീജിയറുകളും ഉണ്ടാകണമെന്നില്ല. അപ്പം നിങ്ങൾ കുറച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ട്രാൻസ് വ്യക്തിയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇന്നതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ച് നല്ല ബുദ്ധിമുട്ടിയൊക്കെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് കിട്ടാറുള്ളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് സത്യം പറയാമല്ലോ, ഞാൻ ഇന്നതെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഞാൻ കരുതുന്നില്ല. കാരണം ഓൾറെഡി ഡോക്യുമെൻറ്റ്സ് മാറ്റി മടുത്ത് വെറുത്ത് എനിക്കിനി അക്ഷയ സെൻറ്ററിൽ ഒരു നെറ്റ് കഫേയിൽ പോയി എന്തിനെങ്കിലും അപ്ലൈ ചെയ്ത് ഇരിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ലൈഫ് മൊത്തം അതിൻ്റെ പുറകെ പോയി ടൈം കുറേ വേസ്റ്റായി, സിസ്റ്റം കുറേ ബുദ്ധിമുട്ട് തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് വയ്യ. ഇത് ഈ പ്രൊസീജിയർ ഒന്നും കൂടി മനസ്സിലാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തുള്ളൊരു മൈൻഡ് എനിക്ക് നിലവിലില്ല. ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇതാണ് നല്ല പാടാണ്. പക്ഷേ മാറ്റിയെടുക്കുക ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒന്നും മാറ്റാറില്ല കേട്ടോ. ഗസറ്റൊക്കെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സിലൊക്കെ എല്ലാ ഡോക്യുമെൻറ്റ്സൊന്നും എല്ലാവരും മാറ്റാറില്ല. അതൊരു ഫാക്റ്റാണ്. മാറ്റിയില്ലെങ്കിലും അധികം പ്രശ്നം വരണ്ട. പക്ഷേ ചില കാര്യത്തിലൊക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും അത്രത്തോളം ഇഷ്യൂ ആയിരുന്നു. ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ്, സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ ചെയ്തു പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ എഡ്യൂക്കേഷനിൽ അത് മാറ്റണം ഇത് മാറ്റണം എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഏതൊക്കെ ലെവലിലേക്ക് എങ്ങനെയൊക്കെ പോകുന്നു എന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ. സോ ഇതാണൊരു ബേസ് ഐഡിയ പറയാനുള്ളത്. എവിടെ തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയത്തില്ലാത്തവരോടാണ് ഇത് പറയാനുള്ളത്. ഇപ്പം നിലവിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളുടെയും ഉപഭോക്താക്കളാകണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് TG കാർഡ് മതിയാകും. ബട്ട് ഇൻ ഫ്യൂച്ചറിൽ പല ഡോക്യുമെൻറ്റ്സും വേണ്ടി വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ ആധാറും TG കാർഡും ലിങ്ക് ചെയ്യുന്ന കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇൻ ഫ്യൂച്ചറിൽ അത് മാൻഡേറ്ററി ആക്കും. സോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുത്ത എൻ്റെ ചില ചിന്തകളും കാര്യങ്ങളുമാണ്. സോ ഇതെല്ലാം തന്നെ അതേപോലെ ആക്യുറേറ്റ്ലി ശരിയാണെന്നൊന്നും ഇല്ല. അതും കൂടി ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് ചൂസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ തന്നെ ഒരു സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ ചോയ്സൊക്കെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ ട്രാൻസ്ജെൻഡർ എന്ന ഡോക്യുമെൻറ്റ് വൈസ് എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ജേണി
കുറച്ചും കൂടി എനിക്കൊന്ന് പല കാര്യത്തിൽ പോകുമ്പോഴാണ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയോട് എല്ലാവരോടും പലരോടാണെങ്കിലും ട്രാൻസ്ജെൻഡറിന് ചൂസ് ചെയ്യണമെന്ന് പറയാനോ അല്ലെങ്കിൽ ഒരു ബൈനറിയിലേക്ക് ചൂസ് ചെയ്യരുത്, ട്രാൻസ്ജെൻഡർ ചൂസ് ചെയ്യണമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത്രയും സോഷ്യൽ സെക്യൂരിറ്റി ഉള്ള ഒരു സാഹചര്യമല്ലല്ലോ. ഇപ്പോൾ ഒരാൾ ഡോക്യുമെൻ്റ് ട്രാൻസ്ജെൻഡറിന് ഒരു തൊഴിലിടത്തിലൊക്കെ പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമെന്നെല്ലാം നേരിടും. പ്രാക്ടിക്കലി റിയാലിറ്റിയിലൊക്കെ അങ്ങനെയാണുള്ളത്. പലപ്പോഴും നമ്മൾ ഏത് പ്രൊഫൈലിലുള്ള, ഇപ്പോൾ ഏത് ഹൈ സ്റ്റാൻഡേർഡ് തൊഴിലുള്ള, ഇപ്പോൾ ഒരു ഡോക്ടറായാലും ലോയറായാലും ഏതൊക്കെ ക്വാളിഫിക്കേഷനുള്ള വ്യക്തികളാണെങ്കിലും ട്രാൻസ്ജെൻഡർ വ്യക്തികളാണെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മുടെ റെസ്പെക്റ്റും നമ്മുടെ വാക്കുകളുടെ വാല്യൂ ഒക്കെ ഭയങ്കരമായിട്ടും സൊസൈറ്റി അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു കൺസേണൊക്കെ കൊണ്ട് തന്നെ പൊതുവേ ആൾക്കാർ ഈ ബൈനറിയിലേക്കൊക്കെ ചൂസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പം ട്രാൻസ്ജെൻഡറിന് ഡോക്യുമെൻ്റ് എന്ന ഒബ്വിയസ്ലി നമ്മൾ ഐഡൻറ്റിറ്റി പറയേണ്ട ആവശ്യമില്ല, അവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ അങ്ങനെയുള്ള പല കാരണങ്ങളും ഉണ്ട്. അപ്പം ഒരു സെക്യൂരിറ്റി ഇല്ലാത്തടത്ത് നിങ്ങൾ ട്രാൻസ്ജെൻഡർ ഡോക്യുമെൻ്റ് മാറ്റണം, നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. സോ എല്ലാവർക്കും ആ ഒരു സാഹചര്യം ഉണ്ടാകണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എല്ലാവരുടെയും ചോയ്സ് ആയിരിക്കണം, അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം, അതിലൊരു എക്സ്റ്റേണൽ പ്രഷർ വരരുതെന്നാണ് എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ പറയാലോ, ചിലർക്ക് ആ ചോയ്സ് ഉണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നിയിട്ടുള്ളതൊരു ട്രാൻസ് മസ്കുലിൻ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ പറയുന്ന ഒരു ബൈനറി അല്ലെ മെയിൽ എന്നുള്ള രീതിയിലേക്ക് സോഷ്യൽ ലൈഫൊക്കെ ഇന്നവേ കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഒരു സ്മൂത്ത് എന്ന് വെച്ചാൽ ഒരു ട്രാൻസക്തി ആണെന്ന് സമൂഹം ആ സോക്കോൾഡ് ഫിഗർ ഫിറ്റാകാത്ത ട്രാൻസ്മെൻ ആൾക്കാർക്കൊരു ഇപ്പോൾ പറഞ്ഞില്ല, ഐഡൻറ്റിറ്റി പറഞ്ഞില്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ടൊക്കെ ഇന്നവേ രീതിയിലൊക്കെ പോകാൻ പറ്റാറുണ്ട്. എല്ലാം ഈസി ആയിട്ട് പോകുന്നല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ട്രാൻസ് മസ്കുലിൻ ആൾക്കാർക്കാണ് കുറച്ചും കൂടി അതിലൊരു പ്രിവിലേജ് ഉള്ളത്. ട്രാൻസ് ഫെമിനൈൻ ആൾക്കാർക്ക് പലപ്പോഴും ആ ഒരു ചോയ്സ് പോലും ഉണ്ടാകാറില്ല. അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും ട്രാൻസ്മെൻ വ്യക്തികളുടെ ഇടയിൽ തന്നെ ട്രാൻസിഷൻ കഴിഞ്ഞ ആ ഒരു സോക്കോൾഡ് ഫിഗർ ഫിറ്റ് ആകുമ്പോഴത്തേക്കും സോക്കോൾഡ് കുലപുരുഷനും കൂടി ആകാറുണ്ട്. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഭയങ്കരമായിട്ടും റെസ്പെക്റ്റ് ചെയ്യുക, ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മാത്രം റെസ്പെക്റ്റ് ചെയ്യുക, പൂജിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷേ അവർ ചെയ്യുന്ന ഫൈറ്റ് റെക്കഗ്നൈസ് ചെയ്യാതെ ഭയങ്കര മോക്ക് ചെയ്യുക, കുറഞ്ഞ ആൾക്കാരായിട്ട് കാണാം. എന്ന് വെച്ചാൽ സെൽഫായിട്ടാണിത് പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാൻസ് സ്ത്രീകളെ ഡേറ്റ് ചെയ്യുന്ന ട്രാൻസ്മെൻ ആൾക്കാരെ ഭയങ്കര കുറവുള്ളവരായിട്ട് കാണുക, അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെയുള്ള പല ചിന്താഗതികളും ട്രാൻസ് സ്ത്രീകളെ ഭയങ്കര മോശമായിട്ട് കാണും. അത് തിരിച്ചുകൊണ്ട് കേട്ടോ, ട്രാൻസ് സ്ത്രീകൾക്ക് ട്രാൻസ്മെൻ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. സോ പക്ഷേ ഈ ഡേറ്റാസ് നമ്മൾ ട്രാൻസ്ജെൻഡറിന് ചൂസ് ചെയ്യുന്നതിനും മെയിൽ ഫീമെയിൽ എന്നുള്ള ബൈനറിയിലേക്ക് ഡോക്യുമെൻറ്റ്സ് മാറ്റുന്നതിനും വേറെ ഒരു ഇതും കൂടി മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വ്യക്തികൾ മെയിൽ ഫീമെയിൽ എന്നുള്ള ഡോക്യുമെൻറ്റ്സ് മാറ്റുമ്പം ഈ ഫോർ എക്സാമ്പിൾ ഈ വോട്ടിംഗ് ലിസ്റ്റ് പല കാര്യങ്ങളും ഇടുമ്പോഴത്തേക്കും ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സ് എന്ന് പറഞ്ഞ് പത്രത്തിലും പല കാര്യത്തും വരുന്നത് ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ജെൻഡർ എന്ന് മാറ്റിയവരുടെ മാത്രമാണ്. മറ്റ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ഡേറ്റാസ് ഒന്നും ഒരിടത്തും വരാറില്ല. അപ്പോൾ നമുക്കറിയാം പലപ്പോഴും വോട്ട് ബാങ്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമേ ഈ പറയുന്ന ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വ്യക്തികളാണെങ്കിലും പരിഗണിക്കാറുള്ളൂ. മറ്റ് മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ എത്താറില്ല. അപ്പം ഒബ്വിയസ്ലി അവരുടെ ഒരു ഫസ്റ്റ് വിസിബിളി നിൽക്കുമ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയോ ട്രാൻസ്ജെൻഡർ വ്യക്തിയുള്ളൂ അങ്ങനെ രീതിയിലേക്ക് പോകാറുണ്ട്. എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി ആണെങ്കിലും കള്ളവോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പുറത്തു നിന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോഴാണെങ്കിലും അല്ലെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഇത്രയോ ട്രാൻസ്ജെൻഡർ വോട്ടർമാരുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഐഡിയ വരണം. അപ്പോൾ ട്രാൻസ്ജെൻഡർ വോട്ടർമാരെന്നൊക്കെ പലപ്പോഴും വരാറുള്ളത് ഡോക്യുമെൻറ്റ്സ് ട്രാൻസ്ജെൻഡറിന് മാറ്റിയവരെയാണ്. സോ ഒരു സിസ്റ്റം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഡേറ്റാസ് പല കാര്യത്തിലാണെങ്കിലും പ്രോപ്പർ ഡേറ്റാസ് ആരും തന്നെ കീപ്പ് ചെയ്യാറില്ല. അപ്പം അതാണ് മെയിനായിട്ടുള്ളത്. അപ്പം പലപ്പോഴും ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് വെക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആകാറും കൂടി ഉണ്ട്. എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ പല അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പം എല്ലാം ഡേറ്റാ ബേസ്ഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ട്രാൻസ്ജെൻഡറിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് മാറ്റിയിരുന്ന് കരുതിയിട്ട് അവരുടെ ജേണി ഭയങ്കര ഈസി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഇതിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ട്രാൻസിഷൻ ചെയ്യുന്ന സമയം പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ്. ഡോക്യുമെൻ്റ് വൈസ് ആണെങ്കിലും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര മടുപ്പാണെന്ന്. ബട്ട് നമ്മളതെല്ലാം ആൾക്കാർ പറയും ട്രാൻസ് വ്യക്തികൾ അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഭയങ്കര ദുർബലരാണെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര എല്ലാ കാര്യത്തിനും ഫൈറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ട്രാൻസ് വ്യക്തികളും ഗിയർ വ്യക്തികളൊക്കെ തന്നെ. സോ ഇതിലാണേലും
പക്ഷേ ചെയ്യുക, നമുക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം ഡോക്യുമെൻറ്റ്സ് മാറ്റണം എന്നൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാറ്റേണ്ടതായിട്ട് വരും. അത് നോക്കിയിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. പിന്നെ പറഞ്ഞ എല്ലാം ശരിയാകണം, അത് ഇതാകണം എന്നൊന്നുമില്ല. ഇതിപ്പം എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാമെന്നുള്ളൂ. ഇത് നമുക്ക് എവിടെയും സംസാരിച്ചിട്ട് ക്ലിയർ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. ഒന്നാമത്തെ കാര്യത്തിനെക്കുറിച്ചൊന്നും വലിയ ഒരു കോൺവെർസേഷനോ ഡിസ്കഷനോ ഒന്നും നടക്കാറില്ല. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഇൻഡിവിജ്വലി പലരോടും ഷെയർ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ വീഡിയോ ഇട്ടെടുത്ത് ഇടുന്നത്. അപ്പം അത് ആദ്യം തന്നെ പറയുന്നു. അപ്പം ബൈനറി മാറ്റിയോ ട്രാൻസ്ജെൻഡറിന് മാറ്റിയോ വട്ടവർ, ട്രാൻസ്ജെൻഡർ ആ സ്വത്തം നിങ്ങളുടെ ഇല്ലാതാവുകയോ മാറുകയൊന്നും ചെയ്യുന്നില്ല. സോ ബി പ്രൗഡ് ടു ബി എ ട്രാൻസ്ജെൻഡർ പേഴ്സൺ. എനിക്കതോ പറയാനുള്ളൂ. സൊസൈറ്റി ഭയങ്കര നമ്മളെ തന്നെ ഫീൽ ചെയ്യിക്കും, നമ്മളെന്തോ ലെസ്സായിട്ടുള്ള മനുഷ്യരാണെന്ന് പലപ്പോഴും തോന്നിപ്പിക്കാറുണ്ടെങ്കിലും അതല്ലെന്നുള്ള നമ്മുടെ ആ ഒരു സോഷ്യൽ ഇതിൽ കൂടി വരുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ചിന്ത വരാം. ഈവൻ ഡേറ്റിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു സിസ്ജെൻഡർ വ്യക്തിയായിട്ട് ഡേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈവൻ സിസ്ജെൻഡർ വ്യക്തികളൊക്കെ പലപ്പോഴും കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ട്രാൻസ്ത്രീകളുടെ ഒക്കെ വരുമ്പോൾ അടാ ഇത് അതാടാ എന്നും പറഞ്ഞൊക്കെ. അപ്പം അതിനു മുമ്പ് ട്രാൻസ് ആണെന്ന് അറിയുന്നതിന് മുമ്പത്തേക്ക് ക്രഷ് അതാ ഇതാന്നൊക്കെ പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നത് എടാ ഇത് കുറഞ്ഞ എന്തോ സാധനമാടാ എന്നുള്ള രീതിയിലേക്ക് ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ആ ഒരു ടാഗായിട്ട് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റീനെ പലപ്പോഴും പൊതുസമൂഹം കാണാറുണ്ട്. ആ തോന്നൽ ഒരിക്കലും നമുക്ക് തോന്നാൻ പാടില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലങ്ങനെ പല ഒരു ചിന്തകളും വരും. ബട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, എല്ലാത്തിനെതിരെ ഫൈറ്റ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിക്കും പറഞ്ഞ് ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളാണെങ്കിലും സാഹചര്യം അനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ മാറുന്ന ഒരെണ്ണത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ബട്ട് ശരിക്കും അങ്ങനെയല്ല വേണ്ടത്. ഒരു സിറ്റിസൻ്റെ, ഒരു മനുഷ്യൻ്റെ ആവശ്യം അനുസരിച്ചിട്ടാണ് എല്ലാം വരേണ്ടത്. ബട്ട് ട്രാൻസ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ പറഞ്ഞ പല കാര്യങ്ങളാണെങ്കിലും ഒരു ജേണി ഈസി ആക്കാൻ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ, അപ്പം ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുള്ളത്. ബട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു സാഹചര്യം അനുസരിച്ച് നമ്മൾ മാറേണ്ട ഒരു സിറ്റുവേഷനിലുപരി ഒരു വ്യക്തിക്ക് അവിടെ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി തന്നെ ചൂസ് ചെയ്തിട്ട് സേഫായിട്ട് ഒരു പ്രൗഡായിട്ട് ജീവിക്കാനുള്ളൊരു സമയ സാഹചര്യമാണ് വേണ്ടത്. പക്ഷെ അത് നിലവിലില്ല. ബട്ട് ഇൻ ഫ്യൂച്ചറിൽ അത് വരുന്നു പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഫോർ ഷുവറായിട്ടും പല മനുഷ്യരും ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പല മനുഷ്യരുടെയും ലൈഫ് ഒത്തിരി സാക്രിഫൈസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മനുഷ്യർ സാക്രിഫൈസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു റെക്കഗ്നൈസേഷനെങ്കിലും കിട്ടിയിട്ടുള്ളത്. സോ എല്ലാം ഇപ്പോഴത്തെ സിസ്റ്റത്തിന് വേണ്ടി നമ്മൾ വളഞ്ഞ് കൊടുക്കുക, അതിനനുസരിച്ച് നമ്മൾ മാറുക ഉപരി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതിന് സാഹചര്യമുള്ള എല്ലാ മനുഷ്യരോടും ട്രാൻസ് വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഡോക്യുമെൻ്റൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുമാത്രമേ ഉള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ പലരും മാരേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ബസ്സിൽ വരുന്ന കുറേ ട്രാൻസ്ജെൻഡർ ആൾക്കാർ ട്രാൻസ്മെൻ ആണെന്ന് പാർട്ട്ണറിന് അറിയാൻ, ബട്ട് അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ പേരൻസിനോ ഒന്നും അറിയത്തില്ലാത്ത രീതിയിൽ എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര പേടിയാണ് മറ്റു ട്രാൻസ് വ്യക്തികളുമായിട്ടൊരു ഫോട്ടോ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫോളോവറായിട്ട് വരാൻ പോലും ഭയങ്കര പേടിയാണ്. അപ്പോൾ അവിടെ എപ്പോഴും നമ്മൾ പലയിടത്തും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഭയങ്കര ഫോബിക്കായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ കുറ്റമൊക്കെ കേൾക്കുമ്പോഴും മോശമായിട്ട് പറയുമ്പോൾ നിങ്ങൾ സൈലൻ്റായിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ എപ്പോഴും ഒരു പേടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പല കാര്യത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു ട്രാൻസിഷൻ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ പലതിലേക്കും കോംപ്രമൈസ് ചെയ്യുന്നത് പേഴ്സണൽ ചോയ്സാണ്. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളത് പറയാതെ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഡിഫിക്കൽട്ടി കൂടുക മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു ഈസി ലൈഫ് തരും ഞാൻ കരുതുന്നില്ല. എല്ലായിടത്തും നമ്മൾ ആ ഒരു ഉൾഭയത്തിൽ ജീവിക്കുന്നതിലും ഉപരി ഭയങ്കര ഇതില്ല. അതിലും നല്ലത് നമ്മൾ ഐഡൻറ്റിറ്റി പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാർട്ട്ണറും ആവശ്യപ്പെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പേരൻസിനോട് പറയാൻ അങ്ങനെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ പറയുന്ന ആളെയൊക്കെ അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താണെന്ന് അംഗീകരിക്കുന്ന ഒരിത് മതി എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ ഡേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബേസിക്കലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ തന്നെയാണ്. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുക പറ്റില്ല. അപ്പം പേരൻസ് ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് അംഗീകരിക്കത്തില്ലെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റണം. അല്ലാതെ കൂടുതൽ ഡിഫിക്കൽറ്റി ആയിട്ട് മറ്റ് ട്രാൻസ്ജെൻഡർ പാർട്ട്ണറിനെ കൊണ്ടിടുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അത് എത്രത്തോളം ഇതാണെന്ന്. ഓൾറെഡി ഭയങ്കര ഒരു ബോക്സിൽ ജീവിച്ചതാണ്, അതെല്ലാം ബ്രേക്ക് ചെയ്ത് വന്ന മനുഷ്യരാണ്. അപ്പോൾ ഒരു പ്രണയത്തിന് വേണ്ടി ഇതിനു വേണ്ടി വീണ്ടും ഇങ്ങനെ ഒരു ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറയുക, അങ്ങനെ ഒരു ജേണി എന്ന് പറഞ്ഞത്
ഒരു ശരിക്കും സ്നേഹിക്കുന്ന മനുഷ്യൻ അങ്ങനെ താല്പര്യപ്പെടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടും, ഇന്ന മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ല എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ഇത് എഫക്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് പോലും റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യരെ കട്ട് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. അങ്ങനെ ഈസി അല്ല, ബട്ട് സ്റ്റിൽ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സാഹചര്യം അനുസരിച്ച് ചെയ്യുക. താങ്ക് യു.